തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ കൂടിയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ഇനി ശേഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള 13 സീറ്റുകളിൽ നാളെയാണ് വോട്ടെടുപ്പ്. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലേക്കും ഈ ഘട്ടത്തിൽ ആണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ ആണ് കടന്നുപോകുന്നത്. പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി സന്ദർശനം തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴും ഈ മണ്ഡലങ്ങളിൽ മറ്റ് നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രധാനമന്ത്രി തന്നെ മത്സരിക്കുന്ന വാരണാസി ജനവിധി എഴുതാൻ പോവുകയാണ്. ഈ മണ്ഡലങ്ങൾ ഇന്ത്യ മുന്നണിക്കും NDAയ്ക്കും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ്, 2.5 മാസം നീണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇനി 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാത്രം അവശേഷിക്കുന്നു. 543-ൽ 486 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ ഇനി 57 മണ്ഡലങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന UPയും പഞ്ചാബുമാണ്. 13 വീതം മണ്ഡലങ്ങൾ. ഒപ്പം പശ്ചിമ ബംഗാളിൽ 9 മണ്ഡലങ്ങളുണ്ട്, ബീഹാറിലെ 8 മണ്ഡലങ്ങൾ, ഒഡീഷയിലെ 6 മണ്ഡലങ്ങൾ, ജാർഖണ്ഡിലെ 3, അങ്ങനെ 57 മണ്ഡലങ്ങളിലാണ് ജനവിധി. ഏതായാലും കഴിഞ്ഞ പല ഘട്ടങ്ങളെയും അപേക്ഷിച്ച് NDAയ്ക്ക് BJPക്ക് താരതമ്യേന സീറ്റ് കുറവുള്ള ഒരു ഘട്ടത്തിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. കാരണം 57-ൽ 25 കഴിഞ്ഞ തവണ BJP അല്ലെങ്കിൽ വിജയിച്ചത്. സ്വാഭാവികമായും UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ കരുത്ത് കാട്ടിയെങ്കിൽ പോലും പഞ്ചാബിലും ഒപ്പം പശ്ചിമ ബംഗാളിലും BJPക്ക് ഈ ഒരു ഘട്ടത്തിൽ തീരെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പശ്ചിമ ബംഗാളിൽ 42-ൽ കഴിഞ്ഞ തവണ 18 സീറ്റിൽ BJP വിജയിച്ചാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ പോലും ഈ 7ാം ഘട്ടം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ഉൾപ്പെടുന്ന നഗരമണ്ഡലങ്ങളാണ്. അവിടെ വോട്ടെടുപ്പ് നടന്ന 9-ൽ 9 വിജയിച്ച് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ബംഗാളിൽ എന്ത് സാധിക്കും? BJPക്ക് കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഈ 7ാം ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും BJPയുടെ മൊത്തം സീറ്റ് നിലയുടെ കണക്ക് പോലും അതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. ഏതായാലും UPയിൽ കിഴക്കൻ UPയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ ഉൾപ്പെടുന്ന മേഖല, മിർസാപൂർ ഉൾപ്പെടുന്ന മേഖല, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണയും വാരണാസിയിൽ മത്സരിക്കുന്നു. വാരണാസി ഏതായാലും ഈ ഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തവണ 7.5 ലക്ഷത്തിനടുത്തായിരുന്നു മോദിയുടെ ഭൂരിപക്ഷമെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP ക്യാമ്പ് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പഞ്ചാബിലേക്ക് വരുമ്പോൾ സാഹചര്യം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അവിടെ BJP ഉണ്ട്, ശിരോമണി അകാലിദളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്. അതിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 52 സീറ്റുകൾ നേടുമ്പോൾ കേരളത്തിന് പുറമെ, കേരളം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പഞ്ചാബിലായിരുന്നു. 13-ൽ 8 സീറ്റ്. അപ്പോൾ ആം ആദ്മി പാർട്ടി അവിടെ ഇത്തവണ വലിയ പ്രചാരണം നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേജ്രിവാൾ തന്നെ അവിടെ പ്രചാരണത്തിന് എത്തുമ്പോൾ അത് കോൺഗ്രസിന്റെ പ്രകടനത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പഞ്ചാബിൽ ഇന്ത്യ സഖ്യമില്ല, ഈ 2 കക്ഷികളും നേർക്കുനേർ പോരാട്ടത്തിന് വരുന്നു. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ 1-ൽ നിന്ന് ആം ആദ്മി പാർട്ടി എത്ര സീറ്റുകൾ നേടാൻ എന്ന ചോദ്യം. കാരണം 2014-ൽ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ നിന്ന് 4 MP ഉണ്ടായിരുന്നു. 2019-ൽ എത്തുമ്പോൾ അത് സംഗ്രൂരിൽ നിന്ന് ഭഗവന്ത് മാൻ മാത്രമായി ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ നിലവിലെ ടാലിയിൽ ഉയർത്താൻ കഴിയുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ബീഹാറാണ്. ബീഹാറിൽ NDA വലിയ പ്രതീക്ഷ പുലർത്തുമ്പോൾ ഇന്ത്യ സഖ്യവും വലിയ കണക്കൂട്ടലാണ്. കാരണം കഴിഞ്ഞ തവണ BJPക്ക് മുന്നേറ്റമുണ്ടാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ. 40-ൽ 39 സീറ്റിലും വിജയിച്ചു. അപ്പോൾ ഈ 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിൽ ചില മാറ്റം ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ ഏതായാലും ഇന്ത്യ സഖ്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ചണ്ഡീഗഡിൽ ഏതായാലും മനീഷ് തിവാരി മത്സരിക്കുമ്പോൾ ആ സീറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ BJPയുടെ അവകാശവാദം എന്നത് 400-ലധികം എന്നുള്ളതാണ്. NDA 400-ലധികം സീറ്റുകൾ നേടും, അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടെ, മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ ഏറും, ആവർത്തിക്കും അധികാരം എന്നുള്ളതായിരുന്നുവെങ്കിൽ പിന്നീട് നടന്നിട്ടുള്ള ഈ ആദ്യ 3 ഘട്ടങ്ങളോടുകൂടി NDAയുടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾ മാറുന്നു.
ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ 5 വർഷത്തിൽ 5 പ്രധാനമന്ത്രിമാർ ഉണ്ടാകും. അങ്ങനെ ഒരു സഖ്യത്തെ ഭരണം ഏൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് പ്രധാനമന്ത്രിക്ക് ചോദിക്കേണ്ടി വരുന്നു. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും. ഇന്ത്യയുടെ സ്വർണം ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങളുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ സ്വർണം പോലും കൊള്ളയടിക്കപ്പെടും. അതൊരു മതവിഭാഗത്തിന് മാത്രമായി നൽകും എന്ന തരത്തിലുള്ള പരാമർശത്തിലേക്ക് പോകുന്നു. അതെല്ലാം NDAയുടെ ഒരു ആത്മവിശ്വാസക്കുറവാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന ഒരു പൊതുവിലയിരുത്തലുണ്ടായിരുന്നു. അത് കൂടുതൽ ഇന്ത്യ സഖ്യത്തിന് ഊർജം പകർന്നിരുന്നു. അങ്ങനെ പിന്നീട് ഊർജമായി മാറുന്ന മണ്ഡലങ്ങളിൽ ആണോ തെരഞ്ഞെടുപ്പ് നടന്നത്? 7ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഇന്ത്യ മുന്നണിക്ക് ഇത് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ടോ? അഭിലാഷ്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ് 7ാം ഘട്ടവും. കാരണം 7ാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങൾ, അതിൽ ഈ വലിയ സംസ്ഥാനങ്ങൾ, ആ വലിയ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് UPയിലും ബീഹാറിലും തന്നെയാണ് ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം ഈ 2 സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ BJPയുടെ ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു. UPയിൽ 2 സീറ്റ് SP-ക്കൊപ്പം മത്സരിച്ച BSP വിജയിച്ചൊഴിച്ച് നിർത്തിയാൽ NDA തന്നെയായിരുന്നു അവിടെ നേട്ടമുണ്ടാക്കിയത്, ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കിയത്. ബീഹാറിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. BJPയുടെയും NDAയുടെയും വിജയം തന്നെയായിരുന്നു. അപ്പോൾ ഈ 2ഇടത്തും ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 2009 2ാം UPA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് അവിടെ 20ലധികം സീറ്റുകളാണ് UPയിൽ നിന്ന് മാത്രം വിജയിക്കുന്നത്. അപ്പോൾ അതിന് സമാനമായൊരു പ്രകടനം ആവർത്തിക്കാൻ കഴിയും. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ട്. അപ്പോൾ അത്തരം അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രകടനമെങ്കിലും കാഴ്ചവെക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഏതായാലും കോൺഗ്രസ് ക്യാമ്പും പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മാത്രം BJP ജയിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തവണയും ഒരു മോദി തരംഗം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത്തരം ഒരു തരംഗമൊന്നും ഇല്ല എന്നൊരു വിലയിരുത്തലാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഏതായാലും പുലർത്തുകയും ചെയ്യുന്നത്. പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടെയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരം. സ്വാഭാവികമായും കോൺഗ്രസിന് സീറ്റുകൾ കുറയുകയാണെങ്കിൽ പോലും അത് ഇന്ത്യ സഖ്യത്തിന് എന്നൊരു രീതിയിലുള്ള കണക്കൂട്ടൽ തന്നെയാണ് നേതാക്കൾക്കുള്ളത്. പക്ഷേ BJPയുടെ കണക്കൂട്ടൽ തിരിച്ചാണ്. BJP പ്രതീക്ഷ വയ്ക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകൾ കുറയുമെന്നൊരു വിലയിരുത്തൽ BJPക്ക് തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നേടാം എന്നൊരു കണക്കൂട്ടൽ BJPക്കുണ്ട്. അങ്ങനെ BJP പ്രതീക്ഷ വയ്ക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നാണ് ഒഡീഷ. കാരണം ഒഡീഷയിൽ കഴിഞ്ഞ തവണ അവർക്ക് 8 സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ 12ഓ 13ഓ സീറ്റുകൾ വരെ മിനിമം നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് BJPക്കുള്ളത്. പ്രത്യേകിച്ച് ഈ 7ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ 4-2 7ാം ഘട്ടത്തിലെ സീറ്റ് നില. 4 സീറ്റ് BJD, 2 സീറ്റ് BJP. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് BJPക്കുള്ളത്. അതാണ് BJPയുടെ ഒരു പൊതു വിലയിരുത്തലും. അതായത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയുന്നോ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടപ്പും തൊട്ടു മുമ്പാണ് ഇപ്പോൾ CAA ബംഗാളിൽ അനുവദിക്കുന്നത്, അങ്ങനെ പൗരത്വം നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ട് മുമ്പാണ്, വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുമ്പാണ് രാജ്യത്ത് തന്നെ CAA നടപ്പാക്കിയതെങ്കിൽ ഈ അവസാന ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് കടക്കുമ്പോൾ വീണ്ടും CAA ബംഗാളിൽ ഒരു വിഷയമാക്കി കൊണ്ടുവരികയാണ് BJP. അഭിലാഷ്, തീർച്ചയായും